ശരിയായ രീതിയിലുള്ള ശ്വസനം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. ദീർഘശ്വാസം നമ്മുടെ ഓക്സിജൻ ശരീരത്തിൽ ആഴത്തിൽ ചെല്ലുകയും നമ്മുടെ വൈറ്റ് ബ്ലഡ് സെല്ലുകളെ ആക്റ്റീവ് ആക്കുകയും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു. നാഡീമണ്ഡലങ്ങളെ ശാന്തമാക്കുകയും കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ബ്രീത്ത് ഈസ് അവർ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഷീൽഡ്. ഇന്ന് നമുക്ക് പവർഫുൾ ബ്രീത്തിങ് ആയ ഭസ്ത്രിക പ്രാണായാമ നമുക്ക് ചെയ്യാം. ഇതിന് നിങ്ങൾ പ്രധാന ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ശരീരം റിലാക്സ് ചെയ്തിരിക്കണം. കസേരയിലിരിക്കുന്നവർ കസേരയിലിരിക്കാം, അല്ലെങ്കിൽ സുഖാസനത്തിലിരിക്കണേ സുഖാസനത്തിലിരിക്കാം. നടു നിവർന്നാണ് നോക്കണം. ഷോൾഡർ റിലാക്സ് ആണോ നോക്കുക. ശരീരം മുഴുവനും റിലാക്സ് ആണോ നോക്കുക. അതിനുശേഷം ഡീപ്പ് ബ്രീത്ത് എടുക്കണം. ഫോഴ്സ്ഫുൾ എക്സലേഷൻ. ഡീപ്പ് ബ്രീത്ത്, ഫോഴ്സ്ഫുൾ എക്സലേഷൻ. നമുക്ക് ആദ്യം ഒരു 5 കൗണ്ട് ചെയ്യാം, പിന്നെ നമുക്കൊരു 10 കൗണ്ട് ചെയ്യാം, പിന്നെ 20 കൗണ്ട് ചെയ്യാം. 3 പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് ചെയ്യാം, അല്ലെങ്കിൽ രാത്രി ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഒന്നും കൂടി കാണുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നടു നിവർന്നാണ് ഇരിക്കുന്നത് നോക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. ശരീരം റിലാക്സ് ആണോ നോക്കുക. ഡീപ് ബ്രീത്ത്, ഫോഴ്സ്ഫുൾ എക്സലേഷൻ. ശ്വാസം ഒന്ന് ശ്രദ്ധിക്കുക. ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. നടു നിവർന്നാണോ നോക്കുക. ശരീരം റിലാക്സ് ആണോ നോക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടോ നോക്കുക. ഡീപ് ബ്രീത്ത്, ഫോഴ്സ്ഫുൾ എക്സലേഷൻ. റിലാക്സ്. ശരീരത്തിലെ മാറ്റം ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. നടു നിവർന്നിരിക്കണം നോക്കണം. ഡീപ് ബ്രീത്ത്, ഫോഴ്സ്ഫുൾ എക്സലേഷൻ 20 ടൈംസ്. Relax the whole body. ശരീരത്തിലെ വൈബ്രേഷൻ ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. നമ്മുടെ ഉള്ളിലെ എനർജി ശ്രദ്ധിക്കുക. ശരീരം ശ്രദ്ധിക്കുക. നോർമൽ ശ്വാസം. ശ്വാസത്തിന്റെ ഡെപ്ത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഡീപ്പ് ഇൻഹലേഷൻ, സ്ലോലി എക്സേൽ ചെയ്യണം. ഇൻഹേൽ ചെയ്യുമ്പോൾ വയറ് വികസിക്കുന്നത് നോക്കണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ഉള്ളിലേക്ക് ചുരുങ്ങുന്നതും ശ്രദ്ധിക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഇൻ 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ലങ്സ് നിറയണം. വയറ് പുറത്തേക്ക് വരണം. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നു.
ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് പോകും. ഫീൽ ഇത് ചെയ്യാം. ഡീപ് ബ്രീത്ത്. ബ്രീത്ത് ഇൻ 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. മുഖത്ത് പുഞ്ചിരി ഉണ്ടാവണം. നടു നിവർന്നുകൊണ്ടിരിക്കണം നോക്കണം. ബ്രീത്ത് ഇൻ 1 2 3 4. ബ്രീത്ത് ഔട്ട് 1 2 3 4. ശരീരത്തിലെ മാറ്റം ശ്രദ്ധിക്കുക. ശ്വാസം ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡി എനർജൈസ് ആയി, പ്രൊട്ടക്റ്റഡ് ആയി. പതുക്കെ കണ്ണുകൾ തുറക്കുക. നമ്മുടെ ശ്വാസം ശരിയായ രീതിയിലാക്കാൻ എല്ലാ ദിവസവും 5 മിനിറ്റ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി 5 മിനിറ്റ്സ് ബ്രെത്ത്വെൽ ചലഞ്ചിൻ്റെ ഭാഗമാവുക. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താങ്ക് യു. ബ്രീത്ത് വെൽ, പ്രൊട്ടക്റ്റ് വെൽ. നാളെ കാണാം.